ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡേ 3 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ബാഗൊക്കെ സെറ്റായി ഓരോന്നായിട്ട് താഴേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, റിയാദിൽ നിന്ന് എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കുള്ള യാത്ര അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. നല്ല റോഡായിരുന്നു, സൈഡിലൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളും ഒക്കെ ആയിട്ട് വളരെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടല്ല പോയത്. ഗൂഗിൾ മാപ്പിൽ പോകുന്ന റോഡ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഒരു സ്പോട്ട് കഴിഞ്ഞപ്പം റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൽ നോക്കാതെ നേരത്തെ സെഡാനുമായിട്ട് പോയിട്ടുള്ള ആൾക്കാർ യൂട്യൂബിൽ വീഡിയോയും അതിൻ്റെ റൂട്ട് മാപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിട്ടാണ് ഞങ്ങൾ ആ ഒരു റൂട്ട് പിടിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഓഫ് റോഡിലോട്ട് കയറാൻ പോകുന്ന ഒരു ഷോർട്ട് റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടം വരെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നത്. ഇനിയുള്ള റോഡാണ് ഗൂഗിൾ മാപ്പില്ലാത്ത റോഡ്. ഓഫ് റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. സത്യം പറയാലോ, ഞാൻ നന്നായിട്ട് പേടിച്ചു കേട്ടോ. കാരണം ഒരു 20-15 അതിന് മുകളിലേക്ക് ഓടിക്കാനേ പറ്റില്ല, അത്ര ഡേഞ്ചർ റോഡായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് റേഞ്ച് കംപ്ലീറ്റ്ലി പോയി. റേഞ്ച് പോകുക മാത്രമല്ല, അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ലൊക്കേഷനും പോയി. പിന്നെ അതാ ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റിൽ എത്തിയപ്പോഴാണ് വീണ്ടും റേഞ്ച് വന്നത്. ഇതിന് നമുക്ക് മുമ്പ് വന്ന ആരോ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഐഡിയ ആണ്. ഇവിടെ വന്നാൽ നമുക്ക് റേഞ്ച് കിട്ടും, നിങ്ങൾ കറക്റ്റ് റൂട്ടിലാണ് പോകുന്നതിനുള്ള ഒരു സൈൻ അവിടെ വെച്ചേക്കുകയാണ്. ബട്ട് അത് കൊള്ളാട്ടോ, അത് പൊളിയായിരുന്നു. ശരിക്കും അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സമാധാനമായി. കാരണം റൂട്ടിൽ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വഴി തെറ്റിയോ എന്താണ് ഭയങ്കരമായിട്ട് ടെൻഷൻ. എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല, പുള്ളി നല്ല കൂളായിട്ട് തന്നെ ഓടിക്കുന്നത്. ബട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന റോഡെന്ന് പറയാൻ പറ്റില്ല, വഴിയുടെ 2 സൈഡും നല്ല അടിപൊളി വലിയ കൊക്കകളാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ കഴിഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് റേഞ്ച് വരും, അങ്ങനെ അത് നോക്കി നേരെ പോവും. അങ്ങനെ പോകവെയാണ് ഇത് ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് അതിനകത്തൊരു കേരളത്തിൻ്റെ ഭൂപടമൊക്കെ ഉണ്ടാക്കി മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മയിൽക്കുറ്റിയില്ലേ, അങ്ങനെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷവും ഒരു ചിരിയും ഒക്കെ മനസ്സിൽ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കാറിൽ വന്നേക്കുന്നത്. ബാക്കി എല്ലാം വലിയ വണ്ടിയിൽ വേറൊരു റൂട്ടുണ്ട്, ഗൂഗിൾ മാപ്പിലുള്ള റൂട്ട്. അപ്പോൾ ആ റൂട്ടിൽ വന്ന വണ്ടികളാണ് ഈ കിടക്കുന്നതെല്ലാം. ഞങ്ങൾ വന്ന റൂട്ടിൽ ഞങ്ങൾ എത്തിയ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു 1.5-2 മണിക്കൂറോളം ഡെസേർട്ടാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്ത്. നമ്മൾ വന്നിരിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് എഡ്ജ് ഓഫ് ദി വേൾഡ് ആണ്. എന്നിട്ട് നമുക്കിവിടുന്ന് കുറച്ചേറെ ദൂരം ഇനി നടക്കാനുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് നമ്മുടെ കയ്യിലുണ്ട്, ഫുഡ് കൊണ്ട് ആണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ നടക്കാനാണ് പ്ലാൻ. ഓക്കെ, അപ്പം നമ്മൾ നടക്കാൻ പോവാണ് കേട്ടോ. കുറച്ചേറെ നടക്കാനുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ പകുതി നടന്നിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നടക്കാൻ ഒരുപാടുണ്ട്, പറ്റണില്ല പറഞ്ഞിട്ട്. അപ്പം നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഏട്ടൻ എന്തായാലും എന്ത് സംഭവിച്ചാലും മുകളിൽ വരെ എത്തും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല, എനിക്കും അഭിക്കും ഞങ്ങൾ എന്താ ചെയ്യാമെന്ന്. എനിവേ എന്താവുമെന്ന് നോക്കാം, നടക്കാമല്ലേ. ഞങ്ങൾ ഫുൾ പ്രിപ്പയർ ആയിട്ടാട്ടോ നടക്കാൻ ഇറങ്ങിയത്. ഞങ്ങൾക്ക് മുമ്പ് കുറേ മലയാളികളാണ് വന്ന് പറഞ്ഞത് നമുക്ക് നടക്കാൻ എത്തണില്ല. എനിക്കൊന്നും അവർ കറക്റ്റ് പീക്ക് ഒരു 3 മണി സമയത്തായിരുന്നു. ആ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു. ഞങ്ങൾ ഒരു 10 മണിക്ക് റിയാദിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങളൊരു 3-3:30 ആയി ഈ സ്പോട്ടിലെത്തിയപ്പോഴത്തേക്ക്. ഒരു 2 മണിക്കൂറോളം എടുത്ത് ഞങ്ങൾ കേട്ടോ ഓഫ് റോഡ് വരാം. ഞങ്ങൾ ഇങ്ങോട്ട് വളരെ പതുക്കെയാണ് വന്നത്, ഒരു 15-20 വന്നത്. അന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ലപോലെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് വെള്ളവും സ്നാക്സും കൊടയും തൊപ്പിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാനും അബിയും ഇതാ കണ്ണിൻ്റെ മുകളിലൊക്കെ കൺവിഷയായിരിക്കണം. ഓക്കെ, അപ്പം ഞാനും അബിയും ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഏട്ടാ അതാണ് സ്പോട്ട് അവിടെ. എനിക്ക് പേടിയാണ്, അപ്പം അതുകൊണ്ട് എനിക്ക് ഹൈറ്റ് ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ. അപ്പം ഞാനും അബിയും അബിക്കുട്ടാ എന്തിയേ കൂട്ടിനകത്തിരിക്കുന്ന അവിക്കുട്ടൻ, ഞാനും അവിക്കുട്ടൻ അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഏട്ടൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ആൾ അങ്ങ് അറ്റം വരെ പോകുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. എന്തായാലും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ആൾ പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. അങ്ങനെ ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ഏട്ടൻ ആ ഏറ്റവും ടോപ്പിലേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ.
ഞാൻ ഇപ്പം തന്നെ അത്യാവശ്യം ടയർഡാണ്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. അവിടെ വരെ ഞങ്ങൾ എത്തി. ആ സ്പോട്ട് കാണുന്ന വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അത് തന്നെ കുറച്ചേറെ നടക്കാനുണ്ടായിരുന്നു. ആ ഒരു സ്പോട്ട് വരെ എത്തി, കാണുന്ന സ്പോട്ട് വരെ എത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഏട്ടൻ പയ്യെ നടന്ന് നമ്മുടെ ആ ഒരു ഇതാണ് നമ്മുടെ സ്ഥലം. അതുകൊണ്ട് ഏട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് ആൾ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ അങ്ങനെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ആ ഗോൾ. ആൾക്ക് ഇങ്ങനെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ നല്ല പേടിയും. അപ്പം അറ്റ്ലീസ്റ്റ് ഇവിടെ വരെയെങ്കിലും എനിക്കെത്താൻ പറ്റിയല്ലോ എന്നോർത്ത് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ആൾ തിരിച്ചിറങ്ങുകയാണേ അവിടുന്ന്. ഞാനും അഭിയും കൂടെ ഇവിടെ കോടയിൽ കൂട് വെച്ച് കളിക്കുമായിരുന്നു. അല്ലേ പൊന്ന? എന്നിട്ട് എന്ത് പറ്റി? ഞങ്ങളുടെ കുട കാറ്റടിച്ച് പറന്ന് കൊക്കയിൽ പോയി. ഗൈസ്, ഈ കുഴിയിൽ പോയി, താഴെ വീണ് പോയി. എൻ്റെ കുട പോയി, അബിയുടെ കൂടും പോയി. ഞങ്ങൾ അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. അച്ഛനപ്പോൾ സ്പോട്ടിലെത്തിയിട്ട് തിരിച്ചിട്ടുണ്ട് അവിടുന്ന്. ആളിപ്പോൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ പെട്ടെന്ന് എത്തട്ടെ എന്ന് ഓർത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇവിടെ വയ്യ. അച്ഛൻ പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ, അല്ലേ അബി? അച്ഛൻ വരാൻ വെയിറ്റ് ചെയ്യാം അല്ലേ? അങ്ങനെ ഇതാ പോയിട്ട് നമ്മുടെ വിഷ്ണു സജീവിതാഗതനാകുന്നു. ഇനി നമുക്ക് ഏട്ടൻ പോയ വഴിക്ക് എഡ്ജ് ഓഫ് ദി വേൾഡിലെ ആ ഒരു ലാസ്റ്റ് പോയിന്റിലേക്കുള്ള വഴി ഏട്ടൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു ദൃശ്യങ്ങൾ. ഞാനും ഏട്ടൻ ഈ കൊണ്ടുവന്ന വീഡിയോയിലൂടെയാണ് കണ്ടത്. പോകുന്ന വഴി ഭയങ്കര ഡേഞ്ചറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഞങ്ങൾ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മണലൊക്കെയുള്ള ഡെസേർട്ടിലൂടെ വരുന്ന ഒരു റൂട്ടുണ്ട് അത്ര. അവിടെ നിന്നാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ആ ഒരു സ്പോട്ടിലേക്ക് വരാം. നമ്മൾ ഇപ്പുറത്ത് വഴി വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള വഴിയിലൂടെ നടന്ന് ആ ഒരു സ്പോട്ടിലേക്ക് പോകേണ്ടി വന്നത് എന്നാണ് ഏട്ടൻ പറയുന്നത്. എന്തായാലും ഞങ്ങൾ വരാഞ്ഞത് തന്നെ നന്നായി എന്നാണ് പറയുന്നത്. കാരണം അതാ കണ്ടോ, നല്ല ഭയങ്കരമായിട്ട് ഡൗണാണ്. ഒരുപാട് താഴോട്ട് നല്ല കൊക്കയും അതുപോലെ തന്നെ കുഞ്ഞുമായിട്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വഴികളും ഒക്കെ ആയിരുന്നു എന്നാണ് ഏട്ടൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണും കേട്ടോ. അത് ആ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് വേറൊരു വഴിയാണ് കേട്ടോ. അത് ശരിക്കും മണലാണ്, മണലുള്ള ഡെസേർട്ട്. ആ ഒരു വഴിയാണ് കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കുറച്ചുകൂടി എളുപ്പം ഈ സ്പോട്ടിലേക്ക് എത്താൻ പറ്റും. നമ്മൾ വന്നത് മണലുള്ള ഡെസേർട്ടിൽ. നമ്മൾ വന്നിരിക്കുന്ന റോക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള കല്ല് ഫുള്ള് കല്ലുകളാണ്. അപ്പോൾ അതിൻ്റെ റോക്ക് ഡെസേർട്ടിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു കാറായതുകൊണ്ട് തന്നെ നമുക്ക് ആ വഴിയാണ് വരാൻ എളുപ്പം. അതുവഴി നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വഴിയാണ് നമ്മൾ വന്നത്. ഇപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങാണ്ടോ. അതെ, അബി അച്ഛനും തിരിച്ചിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇഷ്ടംപോലെ വണ്ടി വന്നിട്ടുണ്ട്. എനിക്കൊന്ന് സൺസെറ്റ് ടൈം ആയപ്പോഴത്തേക്ക് കണ്ടമാനം ആൾക്കാർ വരാനും ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് ആ ഒരു സൺസെറ്റ് കാണാനാണ്. നമ്മൾ പക്ഷേ അത്രയും നേരം വരെ ഇരുന്നില്ല. കാരണം നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട് ഈ ഒരു ഒറ്റപ്പെട്ട വഴി ആയതുകൊണ്ടും സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ നെറ്റും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റോഡ് വഴി വിസിബിൾ അല്ലായിരിക്കുമല്ലോ. ഇവിടെയാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ നടക്കാൻ 5 മണി കഴിഞ്ഞു. പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചിറങ്ങണം. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് താഴേക്ക് പോവാണ്. കാറ് പാർക്ക് ചെയ്തെടുത്തേക്ക് നടന്നു പോവാം. അങ്ങനെ ഈ സമയപ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാടായിട്ടോ പോകാൻ വേണ്ടിയിട്ട്, സൺസെറ്റ് കാണാനായിരിക്കും. എനിവേ നമ്മളിതാ തിരിച്ചിറങ്ങി. സൺസെറ്റ് ആവുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങി. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് നടക്കാണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാടില്ല, എന്നാൽ അത്യാവശ്യം ഉണ്ട് താനും. വണ്ടികൾ തീരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ നിറച്ച് വണ്ടികളുമായി. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നു. നമ്മൾ തിരിച്ച് റോഡ് എത്തിയിരിക്കുകയാണ്. റോഡിലേക്ക് കയറാൻ പോവാണ്. 6:45 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. 5:45 കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു നമ്മൾ ഇറങ്ങിയത് കേട്ടോ. തിരിച്ച് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പീഡിലൊക്കെ വിട്ട് കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് എത്തി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലോട്ട് കയറുന്നതിന് മുമ്പായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫ്രഷായിട്ട് തിരിച്ച് യാത്ര തുടരാം. ഒരു പമ്പിൽ നിർത്തിയിട്ടോ.
തിരിച്ചു പോണ വഴിയാണ്. അപ്പോൾ ഫുഡ് ഇപ്പം ഇവിടെ പമ്പിലാണ്, നമുക്കപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഫുഡൊക്കെ ഉണ്ട്, ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ മെയിനായിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ പമ്പുകളാണ്. അതും ഒരു 1 hour ഇടവിട്ടുണ്ടാവും. 1 hour വരെയൊന്നും എടുക്കില്ല, ഇടയ്ക്കിടയ്ക്ക് പമ്പുകളുണ്ട്. അയ്യോ തുമ്മുന്ന്. ഇപ്പോൾ സമയം എത്രയായി? 10:30, 10:45 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾക്ക് നമ്മളാ നിന്ന എഡ്ജ് ഓഫ് ദി വേൾഡിൽ നിന്ന് വീട്ടിലേക്ക് ഓൾമോസ്റ്റ് ഒരു 500 കിലോമീറ്റർ ആയിരുന്നു. ഞങ്ങളിപ്പോൾ 200ഓളം കവർ ചെയ്ത് കഴിഞ്ഞു. 200-300ഓളം ആയി. ഞങ്ങൾക്ക് ഇനി ഒരു 10-200 കിലോമീറ്ററൂടെ ഉള്ളൂ. 200 കിലോമീറ്റർ ഉണ്ട്, എന്നാലും ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിലെത്തിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.